പരീക്ഷ ഇന്ന് നടക്കുകയാണ്. ഇന്ന് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഏറ്റവും ആദ്യത്തെ കാര്യമെന്നുള്ളത്, പരീക്ഷ നടക്കുന്ന ദിവസം നാം ഉദ്ദേശിച്ച സമയത്ത് തന്നെ കൃത്യമായി നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ഒരു സമയം വൈകി നാം എഴുന്നേൽക്കുന്നുവെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ദിനകൃത്യങ്ങൾ പൂർത്തീകരിക്കുവാനും നാം വളരെ റഷായി പോകുവാനും സ്ട്രെസ്സും ടെൻഷനും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷാ ദിവസം വളരെ നേരത്തെ എഴുന്നേറ്റ് നാം ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മുടെ പരീക്ഷ നടക്കുന്നത് സ്കൂളുകളിലായിരിക്കും. ഇനി അതല്ല വല്ല പബ്ലിക് എക്സാംസോ അല്ലെങ്കിൽ ഗവൺമെൻറ് PSC എക്സാംസോ ഒക്കെ ആണെങ്കിൽ പലപ്പോഴും പുതിയ സ്ഥലങ്ങളിലായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥലം, വെന്യൂ, എവിടെയാണ് പരീക്ഷ നടക്കുന്നത്, ഏത് സമയത്താണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്, എത്ര സമയം മുമ്പാണ് നാം ആ സെൻറ്ററിൽ എത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ മുന്നമേ തന്നെ ഉണ്ടാക്കുക. അറിയാത്ത സ്ഥലമാണെങ്കിൽ തീർച്ചയായും നാം പറ്റുമെങ്കിൽ മുമ്പൊരു ദിവസം പോയി നോക്കി എത്ര ദൂരമുണ്ട്, എത്ര സമയമുണ്ട്, അവിടെ എങ്ങനെ എത്തപ്പെടാമെന്നുള്ള കാര്യങ്ങൾ മുന്നമേ മനസ്സിലാക്കിയിരിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അന്ന് രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. വളരെ അധികം കഴിച്ച് നാം ക്ഷീണമുണ്ടാക്കാതെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് അന്ന് കഴിക്കുക. പറ്റുമെങ്കിൽ ബനാന, പഴമെല്ലാം നമുക്ക് നന്നായി കഴിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ടൈപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അത് സ്റ്റൊമക്കിനെ അപ്സെറ്റ് ആക്കുവാൻ സാധ്യതയുണ്ട്, ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിക്കുവാൻ ശ്രമിക്കുക. നാം റൂമിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മുടെ കൈവശം എല്ലാം ഉണ്ട് എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തുക. നമ്മുടെ ഹാൾ ടിക്കറ്റ്, എല്ലാ സ്റ്റേഷനറീസും, നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അത് തീർച്ചയായും ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ഒരു പേനയോ അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റോ പരീക്ഷാ സമയത്ത് ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ നമുക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ആ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുവാനായി നാം സമയം കണ്ടെത്തുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നാം സാധാരണ രീതിയിൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ അല്ലെങ്കിൽ നേരത്തെ ഇറങ്ങുക. ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് മുമ്പേ എത്തുമെന്ന് ഉറപ്പുള്ള രീതിയിൽ തന്നെ നാം പോകണം. ഒരിക്കലും ആ പരീക്ഷ തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് ക്ലാസ് മുറിയിലേക്ക് എത്തുവാൻ തക്ക രീതിയിൽ പോകല്ല്. കാരണം എന്തെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ് ഇതിനിടയിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു 30 മിനിറ്റ് 45 മിനിറ്റ് മുമ്പ് എക്സാം ഹാളിൽ എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ നിങ്ങൾ യാത്ര ചെയ്യുക. നിങ്ങൾ സ്വന്തമായി വാഹനം ഓടിക്കുന്ന ആളാണെങ്കിൽ കഴിയുന്നതും അത് ഒഴിവാക്കുക. നിങ്ങളുടെ മാതാപിതാക്കളോടോ സുഹൃത്തുക്കളോടോ എക്സാം സെൻറ്ററിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി വിടുവാനായി പറയുന്നതും ഒരു വിധത്തിൽ നല്ല കാര്യമായിരിക്കും. പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ടതാണ്, ഒത്തിരി സുഹൃത്തുക്കൾ, നമ്മുടെ കൂട്ടുകാരെല്ലാവരും അവിടെ ഉണ്ടാവും. ചില ആളുകൾ നമ്മെ വല്ലാതെ പാനിക്ക് ചെയ്യിപ്പിക്കുന്ന ആളായിരിക്കും. ഇന്ന് വരുന്ന ചോദ്യങ്ങളെല്ലാം കട്ടിയുള്ളതായിരിക്കും, പുതിയ ചോദ്യങ്ങളായിരിക്കും, നാം മിക്കവാറും തോറ്റുപോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കുറേ പാനിക്ക് ആക്കുന്ന കൂട്ടുകാർ നമുക്കുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ അവരെ തീർച്ചയായും ഒഴിവാക്കുക. ഒരു കാരണവശാലും നെഗറ്റീവായി എന്തെങ്കിലും പറയുന്ന ആളുകളുണ്ടെങ്കിൽ ആ ദിവസം അവരോട് സംസാരിക്കാതിരിക്കുക, അവരുടെ അടുത്തേക്ക് പോകാതിരിക്കുക. സ്റ്റേ കാം ആൻഡ് ക്വയറ്റ്. ആ സമയത്ത് പുതിയ കാര്യങ്ങൾ വല്ലാതെ പഠിക്കുവാനായി ശ്രമിക്കില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ് ക്ലാസ് റൂമിലേക്ക് നാം കയറേണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക. ക്ലാസ് മുറിയിൽ മുമ്പിൽ നിന്ന് അവസാന നിമിഷം പുതിയ സബ്ജക്റ്റ് പഠിക്കുവാൻ ശ്രമിക്കാതെ ചെയ്യാം. നിങ്ങൾക്ക് ചെറുതായിട്ട് നോട്ട്സ് നോക്കി ഒന്ന് റിവൈസ് ചെയ്യാം. പക്ഷേ മനസ്സ് കാമാക്കാനായി നന്നായി ചിരിച്ച് നന്നായി ഇൻട്രാക്ട് ചെയ്യുന്ന കുട്ടികളുമായി നിങ്ങൾ ഫൺ ടൈം സ്പെൻഡ് ചെയ്യുവാൻ കഴിയുമെങ്കിൽ അത് നന്നായിരിക്കും. എക്സാം എല്ലാം 1-2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരീക്ഷയാണ്. അപ്പോൾ അതിനിടയിൽ ബ്രേക്ക് എടുക്കുവാനോ ടോയ്ലറ്റിൽ പോകുവാനോ ശ്രമിക്കുന്നത് നമ്മുടെ സമയത്തെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എക്സാമിന് തൊട്ട് മുമ്പ് നിങ്ങൾ ടോയ്ലറ്റിൽ പോയി നിങ്ങൾക്ക് റിലീഫ് ആകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായും എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ടോയ്ലറ്റിൽ പോയി നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി വേറൊരു കാര്യം, ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും വെള്ളം കരുതുക. അത് ആവശ്യാനുസരണം ആ വെള്ളം കുടിക്കുവാനും മറന്നു പോകരുത്. വേറൊരു കാര്യം, പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു ചോക്ലേറ്റ് നമ്മുടെ കയ്യിൽ കരുതുകയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് വായിലിടുകയോ ചെയ്യുന്നത് തീർച്ചയായും ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യുവാൻ സഹായിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ പരീക്ഷയുടെ ദിവസം അല്ലെങ്കിൽ പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് നാം ശ്രദ്ധിക്കുക. അപ്രകാരം നാം പഠിച്ച കാര്യങ്ങൾ, നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ വളരെ വ്യക്തമായി ഡെലിവറി ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.